അബ്ദുറഹ്മാൻ ബഹുമാന്യനായ അബ്ദുറഹ്മാൻ സാഹിബിനെ പ്രഭാഷണത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വത്താബിഈൻ ലഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. ഇൻ നുരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു ഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാനായ അമീർ അവറുകളെ, സ്റ്റേജിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, 941 മുതൽ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ വ്യവസ്ഥാപിതമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും ചൈതന്യവത്തായ ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ ജില്ലാതല വേദിയിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. ഈ രാജ്യത്ത് ഒരുപാട് സംഘടനകളും പ്രസ്ഥാനങ്ങളും ഉണ്ടായിരുന്നപ്പോൾ, വളരെ വിശേഷിച്ച് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഉത്തുംഗത്തിൽ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനവും മറുഭാഗത്ത് മുസ്ലിം സാമുദായിക പ്രസ്ഥാനവും മൂന്നാമതൊരു ഭാഗത്ത് ഹിന്ദു ദേശീയ പ്രസ്ഥാനവും രംഗം കൈയടക്കി വമ്പിച്ച ഒരു പോരാട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന സന്ദർഭത്തിൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രസ്ഥാനം നിലവിൽ വന്നു, എന്തിന് അത് നിലനിൽക്കുന്നു, ഈ രാജ്യത്തോട് എന്താണ് അതിന് പറയാനുള്ളത് എന്നൊക്കെ ഇടയ്ക്ക് നിങ്ങളെ തെര്യപ്പെടുത്താനും ബോധ്യപ്പെടുത്താനുമാണ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ ഇതുപോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. എനിക്ക് മുമ്പ് കഴിഞ്ഞുപോയ ജമാഅത്ത് ഇസ്ലാമിയുടെ ഉത്തരവാദപ്പെട്ട ഭാരവാഹികളുടെ പ്രസംഗങ്ങളിലൂടെ കുറേയേറെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. നിങ്ങളതിനു മുമ്പും ഈ പ്രസ്ഥാനത്തെ നേരിൽ പരിചയിച്ചവരും അതിൻ്റെ സന്ദേശത്തെക്കുറിച്ച് ഒട്ടൊക്കെ ധാരണകൾ പുലർത്തുന്നവരുമാണ് എന്നെനിക്കറിയാം. ഞാൻ അതുകൊണ്ട് തന്നെ വിഷയത്തെ മറ്റൊരു ദിശയിലേക്ക് ഒരല്പനേരം കൂട്ടിക്കൊണ്ടുപോകാൻ ഈ അവസരം ഉപയോഗിക്കുക. 2 ദിവസം മുമ്പ് നമ്മൾ ഒരു റിപ്പബ്ലിക് ദിനം കൂടി ആഘോഷിച്ചു. ഇത്തവണ നമ്മുടെ റിപ്പബ്ലിക് ദിനാചരണത്തിൻ്റെ മുഖ്യാതിഥിയായി വന്നത് സൗദി അറേബ്യയുടെ രാജാവ് അബ്ദുള്ള ബിൻ അബ്ദുൽ അസീസ് ആയിരുന്നു. നീണ്ട അരനൂറ്റാണ്ടിന് ശേഷമാണ് ഒരു സൗദി രാജാവ് ഇന്ത്യ സന്ദർശിക്കുന്നത്. നേരത്തെ സൗദ് ബിൻ അബ്ദുൽ അസീസ് ആൽ സൗദ് 955 ഇന്ത്യ സന്ദർശിക്കുമ്പോൾ ഞാനൊക്കെ വിദ്യാർത്ഥികളും അത്യാവശ്യം കുട്ടികളുമായിരുന്നു. പക്ഷെ ആ സംഭവം ഞാൻ ഓർക്കുന്നത് വിചിത്രമായ മറ്റൊരു കാരണത്താലാണ്. അദ്ദേഹം വന്ന് നോക്കുമ്പോൾ കിടക്കാൻ കട്ടിലില്ല. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഒരു കട്ടിൽ പുതുതായി ഉണ്ടാക്കേണ്ടി വന്നുവെന്ന് അന്ന് ബോക്സ് ന്യൂസായി പത്രങ്ങളിൽ വന്നിരുന്നു. കാരണം ഇദ്ദേഹത്തിന് 7 അടിയാണ് നീളം. സാധാരണഗതിയിൽ കട്ടിൽ 6 അടിയേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു ഓർമ്മ എനിക്കുണ്ട്. അദ്ദേഹം അന്ന് ചെയ്ത ഒരു പ്രസംഗത്തിൽ നിന്ന് ഏതാനും വരികളും എങ്ങനെയോ ഓർമ്മയിലുണ്ട്. അത് പക്ഷേ ശ്രദ്ധേയമായിരുന്നു. ഇന്ത്യയുമായുള്ള ബന്ധത്തെ സൗദി അറേബ്യ വളരെയേറെ പരിഗണിക്കുന്നു. അങ്ങേയറ്റത്തെ പ്രാധാന്യത്തോടു കൂടിയാണ് ഞങ്ങളതിനെ നോക്കിക്കാണുന്നത്. എന്തുകൊണ്ടെന്നാൽ ലോകത്ത് ഏറ്റവും അധികം മുസ്ലിങ്ങൾ താമസിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് ഇന്ത്യ. അങ്ങനെ ആയിരിക്കെ
ഈ മുസ്ലിം ന്യൂനപക്ഷത്തിന് എല്ലാവിധ അവകാശങ്ങളും തുല്യാവകാശങ്ങളും സ്വാതന്ത്ര്യവും അനുവദിച്ചുകൊണ്ട് ഒരു ജനാധിപത്യ മതനിരപേക്ഷ വ്യവസ്ഥ ഇന്ത്യ പരിരക്ഷിക്കുന്നു എന്നുള്ളത് ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നു. അതുകൊണ്ടുകൂടി ഇന്ത്യയുമായുള്ള ബന്ധം ഇനിയും മെച്ചപ്പെടുത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം മുംബൈയിൽ, അന്ന് ബോംബെയാണ്, ചെയ്ത ഒരു പ്രത്യേക പരിപാടിയിലെ പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. നീണ്ട 50 വർഷങ്ങൾക്ക് ശേഷം അബ്ദുള്ള രാജാവ് സൗദി അറേബ്യയെ പ്രതികരിച്ച് ന്യൂഡൽഹിയിൽ എത്തിയിരിക്കെ നാം എവിടെ എത്തി നിൽക്കുന്നു എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഇത് അദ്ദേഹത്തിന്റെ സന്ദർശനവുമായി ബന്ധപ്പെടുത്തി ഞാൻ കാര്യങ്ങളെ അവതരിപ്പിക്കുകയല്ല, സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. 55ാമത്തെ റിപ്പബ്ലിക് ദിനം ആചരിക്കുമ്പോൾ അല്ലെങ്കിലും നമ്മൾ ആലോചിക്കേണ്ടതാണ്, സ്വാതന്ത്ര്യം നേടി ലോകത്തിലെ ഏറ്റവും മികച്ചതെന്ന് പറയാവുന്ന ഒരു ഭരണഘടന അംഗീകരിച്ച് മതനിരപേക്ഷതയിലും ജനാധിപത്യത്തിലും അധിഷ്ഠിതമായ ആ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ പാർലമെന്ററി ജനാധിപത്യം സംസ്ഥാപിച്ച് തദടിസ്ഥാനത്തിൽ 14 ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞുപോയ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മോടൊപ്പം സ്വാതന്ത്ര്യം പ്രാപിച്ച ഒട്ടുമിക്ക രാജ്യങ്ങളിലും പട്ടാളക്കാർ ബാരക്കുകളിൽ നിന്ന് പുറത്തു വന്ന് അധികാരം കൈയടക്കി ഏകാധിപത്യം സ്ഥാപിച്ച അനുഭവങ്ങൾ ഉണ്ടായപ്പോൾ നമ്മുടെ പട്ടാളം ബാരക്കുകളിൽ തന്നെയിരുന്നു. റിപ്പബ്ലിക് ദിനത്തിന് ഒരു പ്രദർശനം എന്നതിൽ അവർ ഡൽഹിയിൽ പുറത്തിറങ്ങി ചില അഭ്യാസങ്ങളൊക്കെ കാണിച്ച് നമ്മളെ കാണിച്ചു വരുമെന്നല്ലാതെ അവരെ കൊണ്ട് ഒരു ശല്യവും നമുക്കില്ല. അവർ നമ്മുടെ രാജ്യരക്ഷ എന്ന് പറയുന്ന മഹത്തായ ചുമതല നിറവേറ്റുകയും ചെയ്യും. ഇത് നിശ്ചയമായും, ഞാൻ ഒന്നുകൂടി പറയുന്നു, നിശ്ചയമായും ഈ വർത്തമാനകാലത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഭിമാനകരം. ജനാധിപത്യം ഇല്ലാത്ത രാജ്യങ്ങളിൽ ജീവിക്കാൻ ആർക്കെങ്കിലും അവസരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതിന്റെ വില മനസ്സിലാവും. ഇനി അങ്ങനെ ഒരു അവസരം ഉണ്ടായില്ലെങ്കിൽ തന്നെയും അതേക്കുറിച്ചൊക്കെ നേരിട്ട് മനസ്സിലാക്കാൻ അവസരം ഇപ്പോൾ ധാരാളമുണ്ടല്ലോ. ഈ വന്ന മഹാരാജാവിന്റെ നാട്ടിലെ സ്ഥിതി തന്നെ എന്താ നമുക്കറിയാലോ. ഇപ്പൊ ഇവിടുന്ന് നമുക്ക് മലയാളത്തിൽ പറയാൻ വലിയ വിരോധമൊന്നുമില്ല, അത് അറബിയിലാക്കി അങ്ങോട്ട് അയക്കരുതെന്ന് മാത്രമേ. എന്താ കഥ? ഒരാശുപത്രിയിൽ എന്തോ മോശമായ അവസ്ഥയുണ്ട് എന്ന് നമുക്ക് അവിടെ ഒരു പത്രത്തിൽ എഴുതണം എന്ന് വിചാരിക്കാം. ലേറ്റസ്റ്റ് എഡിറ്ററിൽ പത്രാധിപർക്കുള്ള കത്തിൽ അങ്ങനെ ഒന്ന് എഴുതണം. ഉള്ളൊരു കാര്യം തന്നെയാണ്. ആശുപത്രിയിൽ കാര്യങ്ങളൊന്നും നേരെ പോകുന്നില്ല എന്നോ അല്ലെങ്കിൽ ആളുകൾക്ക് വിദഗ്ധ ചികിത്സ ലഭിക്കുന്നില്ല, അതൊന്നും നിർദോഷമായ ഒരു കാര്യമാണ്. എഴുതണമെന്ന് വെച്ചാൽ മഹാരാജാവ് തിരുമനസ്സവറുകൾ ആരോഗ്യത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒരു കണ്ണികയിൽ വിവരിച്ച ശേഷം ആരോഗ്യ വകുപ്പ് മന്ത്രി അത് നടപ്പാക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ അടുത്ത കണ്ണികയിൽ വിശദീകരിച്ച ശേഷം പോന്ന് എന്നാൽ താഴേക്കിടെ ചില ഉദ്യോഗസ്ഥന്മാർക്ക് ചില അബദ്ധങ്ങൾ പിണയുന്നു എന്ന് എഴുതിയാൽ ഒരു പക്ഷേ ഇയാളുടെ ജീവൻ ബാക്കിയായി എന്ന് വരാം. ഇതാണ് ജനാധിപത്യമുള്ളതും ഇല്ലാത്തതും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഭിമാനിക്കാം, സംശയമില്ല. അതുപോലെ 105 കോടി ജനങ്ങൾ താമസിക്കുന്ന ഈ രാജ്യത്ത് വ്യത്യസ്ത മതങ്ങളും ജാതികളും ഭാഷകളും ഒക്കെയുള്ള ഈ നാട്ടില് എന്തൊക്കെ പറഞ്ഞാലും ഒരു മതനിരപേക്ഷ വ്യവസ്ഥ പുലരുന്നു. അടിസ്ഥാനപരമായി ഈ രാജ്യത്തിലെ ഭരണകൂടങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തോടോ ജാതിയോടോ സമൂഹത്തോടോ പ്രതിബദ്ധത പുലർത്തുന്നില്ല. ഏറ്റവും ചുരുങ്ങിയത് താത്വികമായിട്ടെങ്കിലും അങ്ങനെയാണ് എന്നൊരവസ്ഥ നിലനിൽക്കുന്നു. സ്വാതന്ത്ര്യത്തിന്റെ കഴിഞ്ഞ ആണ്ടുകളിൽ ഒരു ചെറിയ ഇടവേള ഒഴിച്ചു നിർത്തിയാൽ മൊത്തത്തിൽ സെക്യുലറിസത്തോട് പ്രതിബദ്ധത പുലർത്തിയ പാർട്ടികളാണ് ഇവിടെ ഭരിച്ചത്. ഇതൊക്കെ ഉള്ളതാണ്. മാത്രമല്ല നമ്മുടെ വളർച്ചാ നിരക്ക് പരിശോധിച്ചാൽ അടുത്ത കാലത്തായിട്ട് അത് ഏതാണ്ട് ഒരു 7 എത്തി നിൽക്കുന്നു. നമ്മൾ മുന്നോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു രാജ്യത്ത് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സന്തോഷവും അഭിമാനവും ആഹ്ലാദമൊക്കെ തോന്നേണ്ടതാണ്.
പക്ഷെ ഇതേ റിപ്പബ്ലിക് ദിനം നമ്മൾ 2 ദിവസം മുമ്പ് ആചരിക്കും വേറൊരു സംഭവം ഉണ്ടായി. അത് നമ്മുടെ രാജ്യത്തെ ന്യൂഡൽഹിയിലെ അമേരിക്കൻ അംബാസഡർ ഒരൽപ്പം കണ്ണുരുട്ടിക്കൊണ്ടൊരു വർത്തമാനം പറഞ്ഞു. അതെന്താ? വിയന്നയിൽ നടക്കാൻ പോകുന്ന അന്താരാഷ്ട്ര ആണവ ഏജൻസിയുടെ യോഗത്തില് ഇന്ത്യ എങ്ങാണ്ട് നേരത്തെ സ്വീകരിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ സമീപനം സ്വീകരിക്കുകയാണെങ്കിൽ അത് അത്ര നല്ലതിനാവില്ല എന്ന സ്വരത്തിൽ അദ്ദേഹം സംസാരിച്ചു. അമേരിക്കയുമായിട്ടുള്ള കരാറിനെ അത് പ്രതികൂലമായി ബാധിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ ഇടതുപക്ഷവും പ്രതിപക്ഷവും ഒക്കെ ഇളകി വശായി. ഇപ്പൊ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരല്പം വിശദീകരണവും ഒരു അനക്കവും ഒക്കെ വേണ്ടി വന്നു. അതുകൊണ്ട് ബഹുമാനായ അംബാസഡർ അവരെ വിളിച്ചു വരുത്തി കാര്യമൊക്കെ പറഞ്ഞു. അദ്ദേഹം ഒരു ഖേദപ്രകടനവും നടത്തി. പക്ഷെ ഉടനെ തന്നെ പറഞ്ഞു, അങ്ങനെയൊക്കെയാണെങ്കിലും ഈ മാർച്ചിൽ നമ്മുടെ ജോർജ് ഡബ്ല്യു ബുഷ് അമേരിക്കയുടെ പ്രസിഡന്റ് വരാൻ പോകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സന്ദർശനത്തെ ഇത് എന്തെന്നാലും ദോഷകരമായി ബാധിക്കുകയില്ല. അതൊക്കെ അതിന്റെ മനോഹരമായ രീതിയിൽ തന്നെ നടക്കുക, ആരും തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഇതെന്താ സംഭവം? ഇത് രണ്ടും നമുക്ക് കൂട്ടി വായിക്കേണ്ടതല്ലേ? 1947 ആഗസ്റ്റ് 15-ാം തീയതി നമ്മൾ നേടിയെടുത്ത സ്വാതന്ത്ര്യം നിശബ്ദമായി ഈ രാജ്യത്തെ ഭരിക്കുന്ന ആളുകൾ അടിയറ വെച്ചുവോ ഇല്ലേ? നമ്മൾ ഇന്നൊരു സ്വതന്ത്ര ജനാധിപത്യ റിപ്പബ്ലിക്കിലെ പൗരന്മാരാണെന്ന് പറയുന്നത് അക്ഷരങ്ങളിലല്ലാതെ പ്രയോഗതലത്തിൽ എത്രത്തോളം ശരിയാണ്? ഈ ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചേ പറ്റും. നമ്മുടെ ഈ നാട്ടിലെ പൗരന്മാരാണല്ലോ, ചോദിച്ചേ പറ്റും. അത് പറയുമ്പോൾ ഒട്ടും അതിശയോക്തിയില്ലാതെ പറയാതിരിക്കാൻ നിർവാഹമില്ല. നവഭാരത ശില്പികൾ മഹാത്മാഗാന്ധിയെയും മൗലാന അബുൽ കലാം ആസാദിനെയും ജവഹർലാൽ നെഹ്റുവിനെയും ഹക്കീം അജ്മൽ ഖാനെയും മൗലാന മുഹമ്മദ് അലിയെയും ഷൗക്കത്ത് അലിയെയും പോലെയുള്ള ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികൾ, ദേശീയ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ മഹൽ വ്യക്തിത്വങ്ങൾ ഏറിയ ജീവിതത്തിന്റെ അധികകാലവും ജയിലറകളിൽ കിടന്നുകൊണ്ട് നേടിയെടുത്ത ഈ സ്വാതന്ത്ര്യം ഇന്ന് ശ്രീമതി സോണിയാഗാന്ധിയും ഡോക്ടർ KP മൻമോഹൻ സിംഗും ശ്രീമാൻ AB വാജ്പേയിയും ശ്രീമാൻ LK അദ്വാനിയും ഒക്കെ അടങ്ങിയ ഈ പുതിയ നേതൃത്വം അത് മിക്കവാറും മടിയറ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിന്റെ തലസ്ഥാനത്ത് വെച്ച് യാങ്കികളുടെ അംബാസഡർക്ക് ഇക്കളി നല്ലതിനാവില്ല എന്ന് താക്കീത് ചെയ്യാൻ എങ്ങനെ ശബ്ദമുയർന്നു? ഈ രാജ്യത്തിന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ PTI നോക്കി അവരോട് സംസാരിക്കുമ്പോ അങ്ങനെ പറയാൻ അദ്ദേഹത്തിന് എങ്ങനെ ധൈര്യം വന്നു? ധൈര്യം വന്നത് ആദ്യത്തെ അനുഭവത്തിൽ നിന്നാണ്. മാസങ്ങൾക്ക് മുമ്പ് വിയന്നയിൽ ചേർന്ന അന്താരാഷ്ട്ര ആണവ ഏജൻസിയുടെ യോഗത്തിൽ വെച്ച് അമേരിക്ക പറഞ്ഞു, ഇതാ ഇറാനെതിരായിട്ട് കൈപൊക്കിക്കൊള്ളണം, ഇറാൻ സ്വന്തമായിട്ട് ആണവ ശക്തി വികസിപ്പിക്കുന്നുണ്ട്, അത് അനുവദിക്കാൻ നിർവാഹമില്ല, അതിനെതിരായിട്ടുള്ള പ്രമേയമാണ് വന്നിരിക്കുന്നത്, കൈപൊക്കിക്കൊള്ളണം. എല്ലാ അർത്ഥത്തിലും അമേരിക്കയുടെ മുമ്പാകെ അടിവരൽ പറഞ്ഞു കഴിഞ്ഞു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന പാകിസ്ഥാന്റെ ജനറൽ മുഷറഫ് അടക്കമുള്ള ആളുകൾ ഏറ്റവും ചുരുങ്ങിയത് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. നമ്മുടെ മഹാത്മാക്കൾ പോയിട്ട് അമേരിക്ക പറഞ്ഞതിന് അനുകൂലമായിട്ട് കൈപൊക്കി കൊടുത്തു. അമേരിക്കക്ക് മനസ്സിലായി, ഖുർആന്റെ പദപ്രയോഗം പറഞ്ഞാൽ വലഖദ് സദ്ദഖലഹും ഇബ്ലീസു ദന്നഹു, ഇവരെ കിട്ടുമെന്ന് അമേരിക്കയ്ക്ക് ശരിക്കും മനസ്സിലായി. വരച്ച വരയിൽ വരച്ചു. ഇനി അനങ്ങാൻ പറ്റില്ല, ഞങ്ങൾ പറഞ്ഞെടുത്ത് നിന്നുകൊള്ളണം. അതാണ് ആ ധൈര്യം. ആ ധൈര്യത്തിൽ നിന്നുണ്ടായ ആ പുതിയ ആത്മവിശ്വാസത്തിൽ നിന്നാണ് നമ്മുടെ ജോർജ് ഡബ്ല്യു ബുഷ് അവർ എഴുന്നള്ളാൻ പോകുന്നത്. കാരണം പ്രജകളെയൊക്കെ ഒന്ന് നേരെ സന്ദർശിച്ച് എല്ലാം നല്ല, ബൈബിളിന്റെ ഭാഷയിൽ പറഞ്ഞ എല്ലാം നല്ലതിനെന്ന് കണ്ടു എന്ന് പറഞ്ഞു, എല്ലാം നല്ലതിനെന്ന് കാണണമല്ലോ അദ്ദേഹത്തിന്. അത് വരിക.
അത് സ്വാഗതം ചെയ്യാൻ വേണ്ടിയുള്ള പണികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സംഭവത്തെ നമ്മൾ നിസ്സാരമായി കാണരുത്. ഇതാണ് ഇതുവരെ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം. ആഗോള സാമ്രാജ്യത്വം അതിന്റെ ക്രൂരമായ ദംഷ്ടങ്ങളിൽ മൂന്നാം ലോക രാജ്യങ്ങളെ പൂർണ്ണമായി പിടിച്ചടക്കി കഴിഞ്ഞിരിക്കുന്നു. അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന സ്വതന്ത്ര പരമാധികാര രാജ്യത്തെ വെട്ടിപ്പിടിച്ച അമേരിക്ക, തൊട്ടടുത്ത് തന്നെ ഇറാഖിനെ വെട്ടി വിഴുങ്ങിയ അമേരിക്ക, ഏത് നിമിഷവും സിറിയയെ വിഴുങ്ങാൻ കാത്തിരിക്കുന്ന അമേരിക്ക, ഇറാനെ വിഴുങ്ങാൻ വേണ്ടി UN രക്ഷാസമിതി യോഗം വിളിച്ചു ചേർക്കാൻ എല്ലാ പരിപാടികളുമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അമേരിക്ക, ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശക്തി എന്ന് പറയാവുന്ന ഇന്ത്യ രാജ്യത്തെ കൂടി അതിനെ നേരെ കണ്ണുരുട്ടുകയാണ്. നേരെ വന്നില്ലെങ്കിൽ മര്യാദ കേടായും ഞങ്ങൾക്ക് നിങ്ങളെ പിടിക്കാൻ അറിയാമെന്ന താക്കീതാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇതാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വർത്തമാനകാല ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം. ഇതൊരു രാഷ്ട്രീയമായ പ്രശ്നമാണോ? അല്ല. രാഷ്ട്രീയമായ ഈ ആധിപത്യത്തിന്റെ പിറകിലുള്ളത് എന്താണ്? സാമ്പത്തികമായ മേധാവിത്വമാണ്. സാമ്പത്തികമായ മേധാവിത്വം മാത്രമാണോ പ്രശ്നം? അല്ല. അതിനെല്ലാം അപ്പുറത്ത് സാംസ്കാരികമായ അധിനിവേശമാണ്. ഇത് പരസ്പരബന്ധിതമാണ്. വളരെ ചുരുക്കി പറഞ്ഞാൽ, ഞാൻ നീട്ടി വലിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല, വളരെ ചുരുക്കി ഞാൻ പറയാം. ധൈര്യമായിട്ട് എനിക്കോ നിങ്ങൾക്കോ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ ഈ സാമ്രാജ്യത്തെ ഇടപെടലില്ല എന്ന് പറയാൻ ഒക്കുമോ? എന്റെയും നിങ്ങളുടെയും അടുക്കളയിൽ ഇതില്ല എന്ന് പറയാൻ ഒക്കുമോ? നമ്മുടെ സ്വന്തം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ ഈ സാമ്രാജ്യത്തെ ഇടപെടില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ? നമ്മുടെ വസ്ത്രത്തിലില്ല, നമ്മുടെ ആഹാരത്തിൽ അതില്ല, നമ്മുടെ വിദ്യാഭ്യാസത്തിലില്ല, നമ്മുടെ തൊഴിലില്ല, നമ്മുടെ പാനീയത്തിലില്ല എന്ന് നമുക്ക് പറയാൻ പറ്റൂ? ഇല്ല, പറയാൻ പറ്റില്ല. നമ്മളറിയാതെ നമ്മൾ അതിന് വിധേയരായി കഴിഞ്ഞിരിക്കുന്നു. അതാണ് പ്രശ്നം. ഏറ്റവും ഒടുവിൽ നമ്മളെന്ത് കുടിക്കണമെന്ന്, നമ്മളെന്ത് തിന്നണമെന്ന്, നമ്മളെന്ത് പഠിക്കണമെന്ന്, നമ്മളെന്ത് തൊഴിലെടുക്കണമെന്ന്, മൊത്തത്തിൽ നമ്മൾ എങ്ങനെ വേഷം ധരിക്കണമെന്ന് വരെ തീരുമാനിക്കുന്നത് ഈ സാമ്രാജ്യ ശക്തികളാണ്. ഈ സദസ്സിന്റെ ഈ ഭാഗത്തിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരികൾ അത് വളരെ ആത്മവിശ്വാസത്തോടുകൂടി പർദ്ദ ധരിച്ചുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ സഹോദരിമാർക്ക്, നിങ്ങളുടെ പെൺമക്കൾക്ക് അവിടെ വിശ്വാസത്തിന്റെ ഭാഗമായി കരുതുന്ന ഇസ്ലാമിക വേഷം ധരിച്ചുകൊണ്ട് ഇന്ന് ഒട്ട് വളരെ മുസ്ലിം രാജ്യങ്ങളിൽ, അണ്ടർലൈൻ ചെയ്യണം, മുസ്ലിം രാജ്യങ്ങളിൽ അവർക്ക് സ്കൂളുകളിൽ പോകാൻ വയ്യ, അവർക്ക് ഇസ്ലാമിക സ്ഥാപനങ്ങളിൽ പോകാൻ വയ്യ, എല്ലാം അഴിച്ചിട്ട് പോയിക്കൊള്ളണം. ബ്രിട്ടീഷുകാരന്റെയോ അമേരിക്കക്കാരന്റെയോ യൂറോപ്യന്റെയോ വേഷം ധരിച്ചുകൊണ്ട് പോയിക്കൊള്ളണം. അത് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രശ്നമാണ്, ഞങ്ങളുടെ സാംസ്കാരിക തനിമയുടെ പ്രശ്നമാണ് എന്നവർ അലമുറയിട്ടതുകൊണ്ട് കാര്യമില്ല. ഏതാനും ആഴ്ചകൾക്ക്, മാസങ്ങൾക്ക് മുമ്പ് പാരീസിൽ വലിയ ലഹളകൾ നടന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പറഞ്ഞത്, നമ്മളെ ധരിപ്പിച്ചത് അത് അവിടുത്തെ കലാപകാരികളായ ചില മുസ്ലിങ്ങൾ നിരുത്തരവാദപരമായി പെരുമാറിയതുകൊണ്ടായ കുഴപ്പമാണെന്നാണ്. സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? ഫ്രാൻസിലെ സ്കൂളുകളിലെ അവിടത്തെ വലിയൊരു ന്യൂനപക്ഷമായ മുസ്ലിങ്ങൾ, അവിടെ കുട്ടികൾക്ക് തുടർന്ന് പഠിക്കാൻ സാധ്യമല്ലാത്ത സ്ഥിതിവിശേഷം വന്നു. ഈ വേഷം ധരിച്ചുകൊണ്ട്, മാന്യമായ ഇസ്ലാമിക വേഷം ധരിച്ചുകൊണ്ട് ഈ കുട്ടികൾക്ക് പഠിക്കാൻ സാധ്യമല്ലാത്ത സാഹചര്യം നിയമം മൂലം വന്നപ്പോൾ ഉണ്ടായ പ്രതിഷേധം, അത് കുറെ കൂടി പുതിയ സംഭവങ്ങൾ ഉണ്ടായപ്പോൾ അത് കലാപത്തിന് രൂപം പ്രാപിച്ചതാണ് നമ്മൾ കണ്ടത്. ഒട്ടേറെ രാജ്യങ്ങളുടെ അവസ്ഥാവിശേഷം ഇതാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ വിശ്വാസപരവും സാംസ്കാരികവുമായ പൈതൃകങ്ങളെ പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ സാമ്രാജ്യത്തിന്റെ ഇടപെടലുകൾ തുടരുന്നതെന്നുള്ളതാണ്. ഇത് ഇന്ത്യ രാജ്യത്തേക്കും വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് നമ്മുടെ വിദ്യാഭ്യാസത്തെ ഇന്ന് അടുത്ത ഏതാനും ദിവസങ്ങൾക്കകം കേരളത്തിൽ ഒരു അന്താരാഷ്ട്ര വിദ്യാഭ്യാസ സമ്മേളനം നടക്കാൻ പോവുക. ഈ വിദ്യാഭ്യാസ സമ്മേളനത്തിൽ ലക്ഷ്യമായിട്ട് പറയുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസം എങ്ങനെ ആയിരിക്കണമെന്നതിനെ പറ്റി വിദഗ്ധമായ ചർച്ചകൾക്ക് വേണ്ടിയുള്ളതാണ്, അതിൽ മറ്റൊന്നും ഇല്ല എന്ന്. തീർച്ചയായിട്ടും വിദഗ്ധന്മാരിന്ന് ചർച്ച ചെയ്യുന്ന നല്ല കാര്യമാണ്. പക്ഷേ ഇതിന്റെ പേരിൽ, ഇതിന് പിന്നിലുള്ളത് അത് മാത്രമാണെന്ന് പറയാൻ കഴിയില്ല. നേരെ മറിച്ച് നേരത്തെ ജിം ഇവിടെ നടന്നു കൊച്ചിയിൽ. എന്തായിരുന്നു ഈ ജിം? അത് നമ്മുടെ ഈ കേരളത്തിന്റെ വികസന പ്രക്രിയയിൽ, സാമ്പത്തിക വളർച്ചയിൽ, വ്യവസായ രംഗത്ത്
വിദേശ കുത്തകളെയും മൂലധന ശക്തികളെയും സ്വാഗതം ചെയ്യാനും വേണ്ടി നടന്ന ശക്തമായ ഒരു പരിപാടിയായിരുന്നു. പക്ഷേ അതിനേക്കാൾ ശക്തമായ പ്രതിഷേധം ഉയർന്നപ്പോൾ ഈ ഗവൺമെന്റ് അതുമായി മുമ്പോട്ട് പോകാൻ ചില തടസ്സങ്ങൾ ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ചില തടസ്സങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. ഒരിക്കലും അവരുടെ അജണ്ടയിൽ നിന്ന് അതില്ലാതായി തീർന്നിട്ടില്ല. രണ്ടാമത്തെ അതുപോലെയുള്ള സമ്മേളനമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. വിദ്യാഭ്യാസ സമ്മേളനത്തിന്റെ മറവിൽ നടക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ഈ വിദേശ യൂണിവേഴ്സിറ്റിയിലുള്ള ശാഖകള്, അവരുടെ കോഴ്സുകള്, അവരുടെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെല്ലാം നമ്മുടെ കേരളത്തിലേക്കും ഇന്ത്യയിലേക്കും പറിച്ചു നടാൻ വേണ്ടിയും സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ശക്തമായ ഗൂഢാലോചനകളാണ്. നിങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അവിടെ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ മിക്കവാറും ഭരണകൂടങ്ങളുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞിരിക്കുന്നു. അത് സ്വകാര്യ മേഖലയിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. ഈ സ്വകാര്യ മേഖലയെ നിയന്ത്രിക്കുന്നത് വളരെ വ്യക്തമായിട്ട് അമേരിക്ക, ഫ്രാൻസ്, ബ്രിട്ടൻ പോലെയുള്ള രാജ്യങ്ങളിലെ പാശ്ചാത്യ പ്രത്യേകമായ പ്രത്യയശാസ്ത്രങ്ങളിൽ വിശ്വസിക്കുന്ന ചില ശക്തികളാണ്. അപ്പോൾ അതേ ഒരു അവസ്ഥാവിശേഷം ഈ ഇന്ത്യ രാജ്യത്തും കേരളത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി സമർത്ഥമായ നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫലമായിട്ട് നമ്മുടെ കുട്ടികൾ ഇനി എന്ത് പഠിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ല, തീർച്ചയായും അത് മറ്റു ചില ശക്തികളാണ്. അത് എത്രത്തോളം എത്തിയെന്ന് ചോദിച്ചാൽ, ഈജിപ്തില് ഇപ്പോൾ വിശുദ്ധ ഖുർആൻ പാഠപുസ്തകങ്ങളിലെ ചില ഭാഗങ്ങൾ നീക്കം ചെയ്തിരിക്കുന്നു. അതിൽ യഹൂദരെ കുറിച്ച് പറയുന്ന ഭാഗം ഇനിമേൽ പഠിപ്പിക്കരുത്. അത് ഇസ്രായേലിനെ അലോസരപ്പെടുത്തും. അതുകൊണ്ട് ആ രാജ്യത്തിലെ മഹാഭൂരിഷം വരുന്ന മുസ്ലിമുകളുടെ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിലെ ചില നിശ്ചിത സൂറത്തുകളും ചില ആയത്തുകളും പഠിപ്പിക്കരുത്. അതിനെതിരെയൊക്കെ അവിടെ പ്രതിഷേധം ഉയർന്നു, എവിടെയും എത്തിയില്ല. കഴിഞ്ഞ വിശുദ്ധ റമദാനിൽ ഈജിപ്തിലെ 15,000-ഓളം പള്ളികളിൽ തറാവീഹ് നമസ്കാരത്തിന് വിലക്ക് ഏർപ്പെടുത്തി. നിങ്ങൾ വിശ്വസിക്കുമോ? ഈ ഇന്ത്യ രാജ്യത്ത് പോലും സ്വതന്ത്രമായി നടക്കുന്ന ഒരു കാര്യമാണ്. അവിടെ ഏതാണ്ട് 15,000-ഓളം പള്ളികളിൽ തറാവീഹ് നമസ്കാരം പാടില്ലെന്ന് സർക്കുലർ ഇറക്കി ഔക്കാഫ് മിനിസ്ട്രി. എന്താ കാര്യം ചോദിച്ചപ്പോ അതിനൊക്കെ ഇമാമത്ത് നിൽക്കാൻ മാത്രം ഹാഫിദുകൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണെന്നൊരു മറുപടി പറഞ്ഞു. സംഭവം അതല്ല. ഈ തറാവീഹ് നമസ്കാരങ്ങളില് ആയിരക്കണക്കായ ചെറുപ്പക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. ആ വന്നുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരെ നോക്കി ഖത്തീബുമാരും ഇമാമുമാരും, പ്രത്യേകിച്ച് ആ പള്ളിയിൽ ഇമാമ് നിൽക്കുന്ന ആളുകൾ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുന്നു. ഇത് ഭരണകൂടത്തിനെതിരായി, അമേരിക്കൻ സാമ്രാജ്യത്തിനെതിരായി, സൈനികത്തിനെതിരായിട്ടുള്ള ശക്തമായ വ്യാപകമായ പ്രതിഷേധം സൃഷ്ടിക്കുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോൾ എടുത്ത നടപടിയാണ്. പക്ഷെ അങ്ങനെല്ലാം കളിച്ചിട്ടും എന്ത് സംഭവിച്ചുവെന്ന് നിങ്ങൾ കണ്ടു. അവിടെ നാഷണൽ അസംബ്ലിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പില് എല്ലാവിധ വിലക്കുകളെയും അതിലംഘിച്ചുകൊണ്ട് സ്വന്തം മേൽവിലാസത്തിൽ മത്സരിക്കാൻ പോലും അവകാശമില്ലാത്ത മുസ്ലിം ബ്രദർഹുഡ്, അൽ ഇഖ്വാനുൽ മുസ്ലിമൂൻ പ്രസ്ഥാനം സ്വതന്ത്രമാരെ രംഗത്തിറക്കി. അത് തന്നെ 150-120 ആളുകളെ മത്സരിപ്പിക്കാനേ അവർ കഴിഞ്ഞുള്ളൂ വിലക്കുകൾ കൊണ്ട്. ആ സ്ഥാനാർത്ഥികളിൽ തന്നെ അധിക പേരും ജയിലിലായിരുന്നു. അവസാനത്തെ ദിവസം വരെയും, പോളിംഗിന്റെ തലേ ദിവസം വരെയും ആയിരക്കണക്കിന് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെല്ലാമായിട്ടും വമ്പിച്ച ആ ഇലക്ഷൻ റിസൾട്ടുകൾ വന്നു കഴിഞ്ഞപ്പോ അതുണ്ടാക്കിയ അങ്കലാപ്പിന്റെ പ്രതിധ്വനി ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. മുസ്ലിം മുബാറക് എന്ന് പറയുന്ന അമേരിക്കയുടെ പാവമാത്രമായ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഞെട്ടി വിറച്ചു. അമേരിക്കയുടെ വിറയൽ ഇപ്പോൾ അവസാനിച്ചിട്ടില്ല. യൂറോപ്യൻ യൂണിയന്റെ വിറയൽ അവസാനിച്ചിട്ടില്ല. കാര്യം എന്താണ്? 76ഓളം സീറ്റുകൾ, നേരത്തെ വെറും 15 സീറ്റുകൾ മാത്രമുണ്ടായിരുന്ന ഇഖ്വാനുൽ മുസ്ലിമൂന്റെ സീറ്റുകൾ 76ഓളമായി ഉയർന്നു. 20%-ഓളം 25%-ഓളം വോട്ടുകൾ അവർ നേടി. ഈ വിജയം ഒരിക്കലും അവർ പ്രതീക്ഷിച്ചതല്ല. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം, സാമ്രാജ്യത്വം അതിന്റെ സർവ്വശക്തി ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിം നാടുകളിൽ മാത്രമല്ല 3-4 ലോക രാജ്യങ്ങളിൽ മുഴുവൻ കടന്നു കയറാൻ ശ്രമിക്കുകയാണ്. അതിന്റെ മുഖ്യ ശത്രു കഴിഞ്ഞ 20-ാം നൂറ്റാണ്ട് ഏതാണ്ട് അന്ത്യദശകത്തോടുകൂടി ഇസ്ലാമാണ്. വളരെ പ്രത്യേകിച്ച് പറഞ്ഞാൽ സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ശേഷം, ഇറാൻ വിപ്ലവത്തിന്റെ വിജയത്തിന് ശേഷം അമേരിക്കയുടെയും കൂട്ടാളികളുടെയും നമ്പർ 1 ശത്രു ഇസ്ലാമാണ്, ഇസ്ലാമിക പ്രസ്ഥാനങ്ങളാണ്. അതിൽ ലോകത്ത് നിന്ന് തുടച്ചു നീക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രിതമായി നടക്കുകയാണ്. സംഭാവനകൾ അനാഥശാലകൾക്കും അതുപോലെയുള്ള ഈ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന സംഭാവനകൾ വരെ ഇതൊക്കെ തീവ്രവാദി സംഘടനകൾക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നത് ഭീകരന്മാർക്കാണെന്ന് ആരോപിച്ചുകൊണ്ട് ലോകത്തെങ്ങും നടക്കുന്ന മാനവികവും മാനുഷികവുമായ സേവന പ്രവർത്തനങ്ങൾക്ക് വരെ തടയിട്ടുകൊണ്ടിരിക്കുകയാണ് അമേരിക്ക. അതിന് മുസ്ലിം ഭരണകൂടങ്ങളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ
ഭീകരതയുടെയും തീവ്രവാദത്തിന്റെയും മുദ്ര കുത്തിക്കൊണ്ട് ആയിരക്കണക്കായ മുസ്ലിം ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കൂട്ടക്കൊല ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. മറുഭാഗത്ത് നമ്മുടെ രാജ്യത്ത് സ്വതന്ത്ര പരമാധികാര ജനാധിപത്യ രാജ്യമായ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ ജനാധിപത്യത്തിന്റെ ഭീഷണി ഉയരുകയാണ്. മനുഷ്യാവകാശങ്ങൾക്ക് ഭീഷണി ഉയരുകയാണ്. സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള മനുഷ്യന്റെ അവകാശങ്ങൾ പോലും വെല്ലുവിളിക്കപ്പെടുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഒരാദർശ ധാർമ്മിക പ്രസ്ഥാനവും സമൂഹവും എന്ന നിലയിൽ എന്താണ് നമ്മുടെ ജോലി എന്നതാണ് എന്റെ ചോദ്യം. വളരെ ചുരുങ്ങിയ സമയത്തിനകം ഒരൊറ്റ കാര്യമാണ് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുക. എന്താണ് നമ്മുടെ ജോലി? ഇതൊക്കെ രാഷ്ട്രീയമാണ്. അതിൽ നമ്മൾ ഇടപെടേണ്ട. അത് ഇസ്ലാമിന്റെ ഭാഗമല്ല. അതിലിടപെടേണ്ട ആളുകൾ ഇടപെട്ടുകൊള്ളും. അത് നമ്മുടെ വിഷയമാവാൻ പാടില്ല. നമ്മുടെ വിഷയം എന്തായിരിക്കണം? നമ്മുടെ വിഷയമായിരിക്കേണ്ടത് പള്ളികളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ദിക്റിന്റെ ഹലക്കുകള്, സലാത്തുകള് ഇത് കഴിയുന്നത്ര ഉച്ചത്തിൽ ചൊല്ലിക്കൊണ്ടിരിക്കുക. സാധാരണ ദിവസങ്ങളിലൊന്നും പോരെങ്കിൽ റമദാൻ 27-ാം ദിവസം ലൈലത്തുൽ ഖദറാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ദിവസം നടുറോഡിൽ വെച്ച് തന്നെ നടത്തിക്കളയാം. അതിന് ലക്ഷക്കണക്കിന് ആളുകളെ സപ്ലിമെന്റ് അടക്കം ഇറക്കിക്കൊണ്ട് ആളുകളെ കൂട്ടുക. അങ്ങനെ ഒരു തരത്തിലുള്ള മാസ് ഹിസ്റ്റീരിയ സൃഷ്ടിച്ചുകൊണ്ട് ഭക്തിയുടേതായ ഒരു രംഗം സൃഷ്ടിക്കുക. ഇത് ചില ആളുകളെ പ്രകോപിപ്പിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു. പ്രകോപിക്കാൻ വേണ്ടി പറയുന്നതല്ല, പക്ഷെ പ്രകോപിക്കുന്ന അറിഞ്ഞുകൊണ്ട് തന്നെ എന്റെ മറുവശങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് ഭക്തി വേണ്ടെന്നല്ല, നമുക്ക് തഖ്വ വേണ്ടെന്നല്ല. നിശ്ചയമായും ഒരു മുസ്ലിം ആവണമെങ്കിൽ അയാൾക്ക് ഈമാനും തഖ്വയും കൂടിയേ തീരും. ആ റസൂലിന്റെ പേര് സലാത്ത് ചൊല്ലിയേ തീരും. അയാള് ലൈലത്തുൽ ഖദറിന് 27-ാം രാവല്ല, അവസാന നാളുകൾ അത്രയും സാധ്യമായ മുഴുവൻ സമയവും പള്ളിയിൽ വിനിയോഗിച്ച് മതിയാവും. ഇതിനൊന്നും ആർക്കും തർക്കമുള്ള വിഷയമല്ല. തർക്കം ഉണ്ടാവാനും പാടില്ല. വിഷയം അതല്ല. എന്താണ് സംഭവിക്കുന്ന അറിയാമോ? സാമൂഹിക ജീവിതത്തിലെ മനുഷ്യനുമായി ബന്ധമുള്ള പ്രശ്നങ്ങളിൽ ഇടപെടേണ്ടതായ ഇസ്ലാമിനെ പള്ളിയുടെ അതിരുകളിലേക്ക് ചുരുക്കിക്കെട്ടി അതുപോലും പ്രാർത്ഥനകളുടെയും കീർത്തനങ്ങളുടെയുമായ ഒരു പ്രത്യേക പുതിയ ഒരു ലോകം സൃഷ്ടിച്ചുകൊണ്ട് അതിലേക്ക് ചുരുട്ടിക്കെട്ടിയിരിക്കുന്നു. ഇസ്ലാം അതിന്റെ വളപ്പിൽ നിന്ന് അടിച്ചിറക്കിയ പൗരോഹിത്യം അതിന്റെ സകല തിന്മകളോടും കൂടി പിൻവാതിലൂടെ കടന്നു കയറിക്കൊണ്ട് ഇസ്ലാമിക സമൂഹത്തെ ഷണ്ണീകരിക്കുകയും നിർവീര്യമാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നൊരു താക്കീത് ചെയ്തു. നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഏറ്റവും അധികം ഭയപ്പെടുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് മുമ്പ് കടഞ്ഞുപോയ സമൂഹത്തെ നശിപ്പിച്ചത് എന്താണ് നിങ്ങൾക്കറിയാമോ? അത് വിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യമാണ്. കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂ. ദാവൂദിന്റെയും ഈസായുടെയും അലൈഹിമുസ്സലാം അവരുടെ നാവുകളിലൂടെ ഇസ്രായേലിൽ അല്ലാഹു തആല ശപിച്ചു. കാരണം അവരവരുടെ സമൂഹത്തിലെ തിന്മകൾക്കെതിരെ ചെറുവിരൽ അനക്കിയില്ല. അവരതിന് മൗനാനുവാദം കൊടുത്തു. അവരിൽപ്പെട്ട പണ്ഡിതന്മാർ, അവരെ കുബേരന്മാരും പണക്കാരും സമ്പന്നരും പ്രമാണിമാരും തെറ്റ് ചെയ്താൽ അവരോടൊപ്പം ഇരിക്കും, ഭക്ഷണം കഴിക്കും, എല്ലാം പങ്കിടും. സാധാരണക്കാരായ ആളുകൾ തെറ്റ് ചെയ്താൽ മാത്രം അതിനെതിരെ വിരലനയ്ക്കും. ഇതാണ് ആ സമൂഹത്തെ നശിപ്പിച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സത്യമാണെങ്കിൽ ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്ന എന്താണ്? നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പ്രമാണിമാരും കുബേരന്മാരും അധികാരിവർഗവും അല്ലാഹു സുബ്ഹാനഹു വ തആല നിരോധിച്ച സബീൽ മുബിഖാത്തിൽപ്പെട്ടു എന്ന് എല്ലാവർക്കും അറിയാവുന്ന തെറ്റുകൾ ചെയ്തതായിട്ട് പരസ്യമായി വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനൊക്കെ ജയജയപാടി ശിങ്കിടി പാടിക്കൊണ്ട് നടക്കുകയും എല്ലാ തരത്തിലുള്ള തിന്മകളുടെ നേരെ മൗനം അവലംബിക്കുകയും ചെയ്യുമ്പോൾ എന്താണോ സംഭവിക്കേണ്ടത് അതാണ് ഈ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല, ഒരത്ഭുതം തോന്നേണ്ടതില്ല. നിത്യേന ലഭിക്കുന്ന നമ്മളെ രാവിലെ കിട്ടുന്ന പത്രങ്ങളില് റൌഡി സംഘത്തെ അറസ്റ്റ് ചെയ്തു, കൂട്ടിലാക്കി, അല്ലെങ്കിൽ ഭവനത കേസിൽ 5 ആളുകളെ പിടികൂടി, അതല്ലെങ്കിൽ ബലാത്സംഗ കേസിൽ 12 ആളെ പിടികൂടി, പോക്കർ 27, കുഞ്ഞാലി 34, മുഹമ്മദ് എന്ന അഹമ്മദ് എന്ന മൊയ്തീൻ 12 എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ വാർത്ത. ഇത് കാണുമ്പോൾ നമ്മൾ ഓരോരുത്തരും ലജ്ജിക്കണം. പക്ഷെ എന്തിന് നമ്മൾ ലജ്ജിക്കണം? ഇതിനാരവസരം കൊടുത്തു? അതാ ഈ സമൂഹത്തില് തിന്മ തടയാനും നന്മ സ്ഥാപിക്കാനും ചുമതലപ്പെട്ടിരിക്കുന്ന പണ്ഡിതന്മാരും നേതാക്കളുമായ ആളുകൾ ഇത് നേരെ കുറ്റകരമായ മൗനം അവലംബിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്തോ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഞാൻ പറയുന്നത് സാമൂഹികമായ ഇടപെടൽ അതില്ലാത്ത ഒരു ഇസ്ലാം എന്തിനാണത്? തിന്മയെ തടയാനും നന്മ സംസ്ഥാപിക്കാനും ശേഷിയില്ലാത്ത ഒരു ഇസ്ലാം എന്തിനാണ് കൊണ്ടു നടക്കുന്നത്? ഈ രാജ്യത്ത്
മൊത്തമായും ചില്ലറയായും അധർമ്മത്തിന്റെ കച്ചവടം നടന്നുകൊണ്ടിരിക്കുക. അതെ, വ്യാപാരവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. സെക്സ് ടൂറിസം അപ്പൊ വളരെ മനോഹരമായൊരു വാക്കാണ്. പച്ചയായിട്ടത് പറഞ്ഞാൽ സിന, അതിന്റെ പേര് പക്ഷേ സെക്സ് ടൂറിസം. അത്ര മനോഹരം. പണ്ടൊക്കെ ഏറ്റവും ചുരുങ്ങിയത് വേശ്യാവൃത്തി എന്ന് കേട്ടാൽ ആളുകൾക്ക് ഉളുപ്പുണ്ടായിരുന്നു. ഇപ്പൊ സെക്സ് വർക്കർ. ഇതിനു വേണ്ടി ശക്തമായ പ്രോത്സാഹനം നടക്കുക. എന്നിട്ട് എന്ത് സംഭവിച്ചു? ലോകത്തിലെ തന്നെ അപൂർവം കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെ ഇപ്പൊ അവശേഷിക്കുന്നു. ആ രാജ്യങ്ങൾ ഒന്ന് വിയറ്റ്നാമാണ്. ആ വിയറ്റ്നാം ഇന്ന് ജീവിക്കുന്നത് സെക്സ് ടൂറിസത്തിലൂടെ. തൊഴിലാളി വർഗത്തിന്റെ കയ്യിലുള്ള, അതിനുവേണ്ടി ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിന് ആളുകളെ കുരുതി കൊടുത്ത സാക്ഷാൽ വിയറ്റ്നാം ഇന്ന് ജീവിക്കുന്നത് സെക്സ് ടൂറിസത്തിലൂടെ. അങ്ങനെ ആക്കി തീർത്തത് അമേരിക്കയാണ്. തായ്ലൻഡ് പോലെയുള്ള രാജ്യങ്ങൾ, ഫിലിപ്പൈൻസ് പോലെയുള്ള രാജ്യങ്ങൾ ഏത് വഴിയെ പോയിക്കൊണ്ടിരിക്കുന്നു. അതപ്പടി നമ്മളെ കോവളത്തേക്ക്, നമ്മുടെ എല്ലാ തീരമേഖലകളിലേക്ക് കൊണ്ടുവന്നിരിക്കുക. ഇപ്പൊ ഇങ്ങനെ കടന്നു വന്നത് ആലപ്പുഴയിലൂടെ. അപ്പോ പുതുതായിട്ട് എന്താണ് ഹൗസ് ബോട്ട്. ഈ കുട്ടനാട്ടിൽ ഇപ്പൊ നെല്ലൊന്നും ആരും വളർത്തുന്നില്ല, നട്ടക്കച്ചവട. അത് കുട്ടനാട് കേരളത്തിന് നെല്ലറയായിരുന്നു, അതൊക്കെ പോയി, ഒക്കെ ചരിത്രം. പുതുതായിട്ട് അതെന്താണ്? ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ പുതുതായിട്ട് അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന എന്ത് എന്നും സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് ഈ ഹോം അക്കോമഡേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ടൂറിസത്തിന്റെ പേരിൽ നമ്മുടെ സ്വന്തം അമ്മപെങ്ങന്മാരുടെ മക്കളുടെ മാനം കവരുന്ന എല്ലാ വൃത്തികേടുകളും നമുക്കടക്കം പങ്കുള്ള ഗവൺമെന്റുകൾ ഇവിടെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരായിട്ട് പോരാടാൻ, ശബ്ദമുയർത്താൻ പോലും ആരും തയ്യാറില്ലാത്ത അവസ്ഥയാണ്. നിങ്ങൾ വികസനത്തിനെതിരാണ് എന്നാണ് പറയുന്നത്. തീർച്ചയായും എതിരാണ്. ഈ വികസനത്തിനെതിരെ തന്നെയാണ്, സംശയമൊന്നും വിചാരിക്കണ്ട. ഇവിടെ മദ്യത്തിന്റെ ഒടുക്കുന്നൊന്നും പറഞ്ഞാൽ പോരാ, അതൊന്നും ഇപ്പോൾ തീരെ വീര്. കാര്യം കഴിഞ്ഞ ഒരൊറ്റ ന്യൂ ഇയറിന് ജനുവരി 1 തീയതി പുതുവത്സരപ്പിറവിയുടെ തലേ ദിവസം ബെവറേജ് കോർപ്പറേഷന് മാത്രം 14 കോടി രൂപയുടെ വിദേശ മദ്യമാണ് ചെലവാണ്. അതിന്റെ എത്രയോ ഇരട്ടിയാണ് സ്വദേശിയായ വ്യാജൻ. കണക്കുകൾ അനുസരിച്ച് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മദ്യപിക്കുന്നവരുടെ 2ാമത്തെ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. 1 മഹാരാഷ്ട്രയുടെ. 2ാം സ്ഥാനത്ത് നമ്മൾ നിൽക്കുന്നു. 90% സാക്ഷരതയുള്ള കേരളം. ഇതാരാണ് ഇവിടെ പ്രോത്സാഹിപ്പിക്കുന്നത്? പറയേണ്ട വല്ല കാര്യമുണ്ടോ? നമ്മുടെ ഭരണകൂടങ്ങളാണ്. ഈ ഭരണകൂടത്തിൽ നമ്മുടെ പങ്കാളിത്തത്തെ കുറിച്ച് ആർക്കെങ്കിലും സംശയമുണ്ടോ? ഖൈറുമ്മത്തിൽപ്പെട്ട ആളുകളുടെ പ്രാതിനിധ്യം അതിലില്ലാന്ന് ആർക്കെങ്കിലും വാദമുണ്ടോ? ഇങ്ങനെ ഈ മദ്യത്തെയും വ്യഭിചാരത്തെയും അതുപോലെയുള്ള സകല തിന്മകളെയുമാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. അതുകൊണ്ട് ഫലം എന്തായി നിങ്ങൾ ആലോചിച്ച് നോക്ക്. 956 ഭാഷാ സ്റ്റേറ്റുകൾ നിലവിൽ വന്നതിന്റെ ഭാഗമായി ഐക്യ കേരളം നിലവിൽ വന്നു. ഇപ്പൊ അതിന് 50ാം വാർഷികം നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് കിട്ടിയത് എന്താ? സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഐക്യ കേരളത്തിന്റെ 50ാം പിറവി ആഘോഷിക്കുമ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? ഞങ്ങളെ പത്രങ്ങൾക്കൊക്കെ പരസ്യം കിട്ടി, അത് വേറെ കാര്യം. അതിനപ്പുറത്ത് കിട്ടിയത് എന്താ? നിങ്ങൾക്ക് ഇവിടെ ആന്റി ഗുണ്ട ആക്ട്, ഗുണ്ടാവിരുദ്ധ നിയമം. അത് തന്നെ നിയമസഭ സമ്മേളിച്ച് ചർച്ച ചെയ്ത് പാസ്സാക്കാൻ നേരല്ല, അതിന് മാത്രം ഗുണ്ടകളാ. അതുകൊണ്ട് ഓർഡിനൻസ് ആയിട്ട് ഇറക്കി. തിരുവനന്തപുരത്ത് പട്ടാപ്പകൽ ഗുണ്ടകളെ കൊണ്ടുള്ള ശല്യം കൊണ്ട് രക്ഷയിലായിട്ട് ഒക്കെയാണെന്ന് പറയുന്നു. മുഖ്യമന്ത്രി ഇത് ചൂട്ടെടുത്ത് ആന്റി ഗുണ്ട ആക്ട് ഇറക്കിയിട്ട് ഇപ്പൊ കുറച്ച് ദിവസമായി ഒരു ഗുണ്ട അകത്ത് കയറിയിട്ടില്ല. കാരണം ഗുണ്ടകളെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ വിചാരിക്കുന്നത് ഞങ്ങൾ മാത്രമായി ഇത് കയറിയിട്ട് എന്താ കാര്യം? ഇതിനേക്കാൾ ഞങ്ങളെപ്പോലേക്കുള്ളതിനേക്കാൾ വലിയ മാന്യന്മാർ ഇതിനേക്കാൾ വല്ലതൊക്കെ ചെയ്തുകൊണ്ട് ഇവിടെ അസംബ്ലിയിൽ അവിടെ ഇവിടെ ഇരിക്കുമ്പോൾ ഞങ്ങൾ മാത്രം അകത്തേക്ക് കിടക്കും. അവർ ചോദിക്കല്ലോ നമ്മൾ തമ്മിൽ ഇത് വേണമെന്ന്. ഞാൻ വേണ്ടി ചോദിക്കും. തമാശ പറയല്ല. ഇവിടത്തെ നിയമപാലകരെന്ന് പറയുന്ന ആളുകളും ഈ ഗുണ്ടാ സംഘങ്ങളും മാഫിയ സംഘങ്ങളും തമ്മിലുള്ള ബന്ധം ആർക്കാ സംശയം? ഇല്ലേ? അപ്പൊ ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ നമ്മളുടെ ജോലി എന്താ? അതെന്നെ ചോദ്യം. അതൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ ഇത് നമുക്കൊന്നും ബാധകമല്ലെന്ന് തീരുമാനിച്ച് നേരത്തെ പറഞ്ഞ മാതിരി പ്രാർത്ഥനക്കും കീർത്തനക്കും പോവുകയാണോ? അതല്ല. ഇത് തെറ്റാണ് എന്ന് തുറന്നു പറയാനുള്ള ആർജവമെങ്കിലും കാണിക്കുമോ? ഇത് അറിയേണ്ടത്. ഇത് തെറ്റാണ്, ശരിയല്ല, ഈ പോക്ക് അപകടത്തിലേക്കാണെന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ? ഇല്ലേ? സാധിക്കൂലെങ്കിൽ
പലതവണ നിങ്ങൾ കേട്ട് കഴിഞ്ഞതാണെങ്കിലും ഒരിക്കൽ കൂടി ആവർത്തിക്കാതിരിക്കാൻ എനിക്ക് വയ്യ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഉദാഹരണമാണ്. ഒരു സംഘം ആളുകൾ കപ്പലിൽ യാത്ര ചെയ്യുന്നു. ആ കപ്പലിൽ മേലെ തട്ടിലും ആളുണ്ട്, താഴെ തട്ടിലും ആളുണ്ട്. അപ്പോ എന്താ ചെയ്യുന്നത്? മേലെ തട്ടിലാണ് നല്ല ശുദ്ധവെള്ളം കിടക്കുന്നത്. അത് താഴോട്ട് കൊണ്ടുവരാനാവില്ല എന്ന് തീരുമാനിച്ച് താഴെ തട്ടിലെ ചില ആളുകൾ എന്ത് ചെയ്തു? കപ്പൽ ഓട്ടയാക്കാൻ തുടങ്ങി. എന്നാൽ വെള്ളം നേരെ ഇങ്ങോട്ട് വന്നോളൂല്ലോ. അത് നോക്കിയ മേലെ തട്ടിലുള്ള ആളുകൾ പറഞ്ഞു, എന്ത് മണ്ടന്മാരാ, ഈ ഓട്ടയാക്കിയാൽ വെള്ളം വന്ന് ഇത് മുങ്ങിപ്പോയില്ല എന്നും പറഞ്ഞ് അവരവിടെ ഇരിക്കുകയും ചെയ്തു. മുങ്ങുമ്പോ ഈ താഴെയുള്ളവർ മാത്രമാണോ മുങ്ങുക എന്നാണ് റസൂൽ അവസാനമായി ചോദിക്കുന്നത്. ഈ സമൂഹമാകുന്ന കപ്പലിന് ഒരുപാട് ആളുകൾ ചേർന്ന് ഓട്ടയാക്കുമ്പോ അത് നമ്മളല്ലല്ലോ എന്നും വിചാരിച്ചുകൊണ്ട്, അത് കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട്, നമ്മുടെ ജോലി വേറെ എന്തോണെന്ന് തീരുമാനിച്ചുകൊണ്ട് നമ്മൾ പോയാൽ ഈ സമൂഹത്തിന് അധികം ഭാവി ഉണ്ടാവില്ല. ഈ രാജ്യത്ത് മൊത്തം നന്മയ്ക്ക് ഭാവി ഉണ്ടാവുകയില്ല. തിന്മയുടെ ആധിപത്യം ഇവിടെ പുലരുമെന്ന കാര്യത്തിൽ സംശയവുമില്ല. അതുകൊണ്ടാണ് ഇന്ത്യയിലെ ഇസ്ലാമിക പ്രസ്ഥാനം സാമൂഹ്യ ഇടപെടലുകൾ വേണമെന്ന് ആദ്യമേ തീരുമാനിച്ചത്, രാഷ്ട്രീയ ഇടപെടലുകൾ വേണമെന്ന് തീരുമാനിച്ചത്, സാമ്പത്തിക ഇടപെടലുകൾ വേണമെന്ന് തീരുമാനിച്ചത്. ഇത് മതവും രാഷ്ട്രീയവും ഒന്നാക്കിയതല്ല. പണ്ട് തന്നെ ദൈവം തമ്പുരാൻ ഈ രാജ്യത്തിലെ ലോകത്തിലെ ജനങ്ങൾക്ക് ജീവിതത്തിന്റെ മുഴുവൻ രംഗങ്ങളിലും മാർഗദർശനത്തിന് വേണ്ടിയിട്ട് പ്രവാചകന്മാർ മുഖേന നൽകിയ ആ സന്ദേശം ഉണ്ടല്ലോ, ഹുദല്ലിന്നാസ്, ആ സന്ദേശം ജീവിതത്തിന്റെ ഒരു മേഖലയും വിട്ടുകളഞ്ഞിട്ടില്ല എന്ന സന്ദേശവുമായിട്ടാണ് അരനൂറ്റാണ്ടിന് മുമ്പ് ഈ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനം ആരംഭിച്ചത്. നിങ്ങൾ എന്നും ആലോചിക്കേണ്ട കാര്യം, ഒരുപാട് മുസ്ലിം സംഘടനകളുണ്ട്, ഒരുപാട് ദീനീ സംഘടനകളുണ്ട്. അവരൊക്കെ ചെയ്യുന്ന സേവനങ്ങൾ വിലമതിക്കത്തേണ്ടത് തന്നെയാണ്. ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലയിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ, കടുമണിക്ക് തൂക്കം നന്മയാണെങ്കിൽ നമ്മളത് സപ്പോർട്ട് ചെയ്യണം, നമ്മളത് സഹകരിക്കണം. ഇന്ത്യയിൽ ഇസ്ലാമിക പ്രസ്ഥാനം നിശ്ചയമായും അതിനോട് സഹകരിക്കുന്നുണ്ട്. പക്ഷെ അതല്ല പ്രശ്നം. ഈ രാജ്യത്ത് അന്തിമമായിട്ട് സത്യവും നീതിയും ധർമ്മവും നന്മയും സ്ഥാപിക്കുകയും ഈ രാജ്യത്തിന്റെ ജീവിതത്തിന്റെ എല്ലാ തുറകളിൽ നിന്നും തിന്മയെ, കൊള്ളരുതായ്മകളെ, അധാർമികതയെ, സദാചാര വിരുദ്ധ പ്രവർത്തനങ്ങളെ ഉന്മൂലനം ചെയ്യുകയും വേണമെന്നുണ്ടെങ്കിൽ സംഘടിതമായ ഇസ്ലാമിക പ്രസ്ഥാനം നിലനിന്നേ മതിയാവും. തെറ്റുകളെ നോക്കി തെറ്റാണെന്ന് പറയാൻ, ശരിയെ നോക്കി അതാണ് ശരിയെന്ന് പറയാൻ ആർജവമുള്ള ഒരു ഇസ്ലാമിക പ്രസ്ഥാനം ഇന്ത്യ രാജ്യത്തുണ്ടായേ തീരൂ. അതാണ് ആ ശൂന്യത നികത്താൻ വേണ്ടിയാണ് ഇന്ത്യയിൽ ഇസ്ലാമിക പ്രസ്ഥാനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നാൾ പ്രവർത്തിച്ചതുകൊണ്ട് ഒരു വമ്പിച്ച ജനകീയ പ്രസ്ഥാനമായി മാറാൻ അതിന് കഴിഞ്ഞുവെന്ന് ഒരിക്കലും അത് അവകാശപ്പെടുകയില്ല. അതിനിപ്പോഴും പരിമിതമായ പ്രവർത്തകരെ ഉള്ളൂ എന്ന് നല്ലപോലെ ബോധമുണ്ട്. അതുപോലെ തന്നെ അതിന്റെ കഴിവുകൾ അങ്ങേറ്റം പരിമിതമാണെന്ന കൃത്യമായ ബോധമുണ്ട്. അങ്ങനെയെല്ലാം ആണെങ്കിലും ശരി, ലതഅ്മുറുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ നന്മ കൽപ്പിക്കുക തന്നെ വേണം. അതുപോലെ നിങ്ങൾ തന്മ തടയുക തന്നെ വേണം. നിങ്ങളത് ചെയ്തില്ലെങ്കിൽ ഈ ലോകത്ത് നാശം വ്യാപകമാകും എന്ന റസൂലിന്റെ താക്കീത്. അത് അറിഞ്ഞുകൊണ്ടാണ്, അതേക്കുറിച്ച് ബോധമുള്ളത് കൊണ്ടാണ് ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും തിന്മയെ നോക്കി പാടില്ലെന്നും നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളണമെന്നും തീരുമാനിച്ചത്. ഈ തരത്തിലുള്ള ഒരു പ്രവർത്തനത്തെ നിങ്ങൾ വേറിട്ട ഒന്നായി തന്നെ കാണണമെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. എന്തിന് ജമാഅത്തെ ഇസ്ലാമി എന്നൊരു ചോദ്യത്തിനുള്ള മറുപടിയാണിത്. എന്തിന് ജമാഅത്തെ ഇസ്ലാമി? മറ്റൊന്നിനുമല്ല. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ നമ്മൾ നേടിയെടുത്ത സ്വാതന്ത്ര്യം, മനുഷ്യ സ്വാതന്ത്ര്യം നിലനിൽക്കാൻ വേണ്ടിയിട്ട്, മനുഷ്യാവകാശങ്ങൾ നിലനിൽക്കാൻ വേണ്ടിയിട്ട്, അനീതിക്കെതിരെ ശബ്ദമുയർത്താൻ വേണ്ടിയിട്ട്, ഏത് ധിക്കാരിയുടെ മുമ്പിലും കലിമത്തു ഹക്കിൻ ഇന്ദ സുൽത്താനിൻ ജാഹിർ, ജിഹാദിൽ ധർമ്മസമരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഈ അഴിമതിക്കാരായ, അനീതികാരന്മാരായ, മർദ്ദകരായ, പീഡകരായ ഭരണാധികാരികളുടെ മുമ്പാകെ സത്യം തുറന്നു പറയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അത് തുറന്നു പറയാൻ ഒരു സംഘം ആളുകൾ ഉണ്ടായേ മതിയാവും. ആ ഒരു ധർമ്മമാണ് ഇന്ത്യയിൽ ഇസ്ലാമിക പ്രസ്ഥാനം നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. വളരെ വിശേഷിച്ച് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമ്മുടെ ഈ രാജ്യത്തിലെ ജനങ്ങളിൽ ഈ ഏറ്റവും ഒടുവിൽ ഇന്ന് വന്ന ഹിന്ദു പത്രത്തിൽ ഏറ്റവും ആദ്യമായി ഇന്ത്യ രാജ്യത്ത് നടന്ന സോഷ്യൽ ഡെവലപ്മെന്റ് സർവേ എന്ന് പറയുന്ന സർവേയുടെ റിപ്പോർട്ടുണ്ട്. ആ സോഷ്യൽ ഡെവലപ്മെന്റ് സർവേ അഥവാ സാമൂഹ്യ വികസന സർവേയിൽ കാണിക്കുന്ന ഒരു കാര്യം, ഇന്ത്യയിൽ 260 മില്യൺ, അതായത് 26 കോടി ജനങ്ങൾ അക്ഷരാർത്ഥത്തിൽ കഞ്ഞിക്ക് വകയില്ലാതെ പട്ടിണി കിടക്കുകയാണെന്ന് തന്നെയാണ്. 26 കോടി ജനം എന്ന് പറയുമ്പോൾ മൊത്തം മുസ്ലിം രാജ്യങ്ങളിലെ പോപ്പുലേഷൻ ഏതാണ്ട് മധ്യപരിസര രാജ്യങ്ങളുടെ പോപ്പുലേഷനേക്കാൾ അത് കൂടുതലാണ്. അങ്ങനെയുള്ള 26 കോടി ജനങ്ങൾ, അതിലേറ്റവും കൂടുതൽ പട്ടിണി കിടക്കുന്നത് ആദിവാസികളും
പാർശ്വവൽകൃത സമൂഹങ്ങളും പിന്നോക്ക സമുദായങ്ങളാണ്, മുസ്ലിങ്ങളടക്കമുള്ള പിന്നോക്ക സമുദായങ്ങളാണ് കണക്കിൽ കാണിക്കുന്നത്. ഈ പിന്നാക്ക സമുദായങ്ങളുടെ ഒക്കെ അവകാശങ്ങളിൽ കൈയിട്ട് വാരി മുന്നോക്ക വിഭാഗങ്ങളും വികസിത വിഭാഗങ്ങളും സമ്പന്നരും തടിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ താൽപര്യങ്ങൾ രക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരായ ഭരണാധികാരികൾ കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും അധികാരത്തിലിരിക്കുന്നു. അങ്ങനെയുള്ളവരെ നോക്കി പാർശ്വവൽകൃത വിഭാഗങ്ങളുടെ പിന്നാക്ക വിഭാഗങ്ങളുടെ മനുഷ്യസമൂഹത്തിന്റെ പുറംപോക്കിൽ മാത്രം ജീവിക്കാൻ വിധിപ്പെട്ട നിർഭാഗ്യവന്മാരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി പൊരുതാൻ ഒരു പ്രസ്ഥാനമുണ്ടായേ തീരൂ. അതെ, കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് കോയമ്പത്തൂരിലെ ജയിലിൽ താൻ ചെയ്ത തെറ്റെന്താണെന്ന് ഇനിയും ബോധ്യപ്പെടാതെ, രോഗത്തിന് ചികിത്സിക്കാൻ പോലും അവസരം നൽകാതെ, തീർത്തും മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട കൊല്ലത്തുകാരനായ കർണാകപ്പള്ളിക്കാരനായ ഒരു മാന്യതയും കിടക്കുന്നുണ്ട്. അബ്ദുൽ നാസർ മഴദിനി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന് വേണ്ടി ഗാലം കണക്കില് കണ്ണീരൊഴുക്കാൻ വേണ്ടി രാഷ്ട്രീയ കോമരങ്ങൾ ഈ രാജ്യത്തുണ്ട്. അദ്ദേഹത്തെ ജയിലിലെത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചവരാണ് അതിന് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഇത്തരത്തിലുള്ള കാപ്പട്യങ്ങൾക്കെതിരായി വിരൽ ചൂണ്ടാൻ, മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി പൊരുതാൻ ഈ രാജ്യത്ത് ഒരു പ്രസ്ഥാനം ഉണ്ടായേ തീരും. ഈ കാപ്പട്യത്തിനെതിരായി ശബ്ദം ഉയർത്താൻ ഉണ്ടായേ തീരും. അദ്ദേഹം ഒരു മനുഷ്യൻ മാത്രമല്ല, ഒരു പ്രതീകം കൂടിയാണ്. അദ്ദേഹം തെറ്റ് ചെയ്തോ ഇല്ല, അത് തീരുമാനിക്കേണ്ട നീതിന്യായ കോടതിയാണ്. നീതിന്യായ കോടതിയിൽ ഇനിയും വിചാരണ പൂർത്തിയാവാതെ ഇത്രയും കാലം ജയിലിൽ വെച്ചുകൊണ്ടിരിക്കാൻ ഇന്ത്യൻ ഭരണഘടനയിൽ വകുപ്പില്ല, ഇന്ത്യൻ പീനൽ കോഡിൽ വകുപ്പില്ല, ഇന്ത്യയിൽ അങ്ങനെ ഒരു നിയമമേ ഇല്ല. ഇനിയൊരു പക്ഷേ അദ്ദേഹം കുറ്റവാളിയാണെന്ന് കോടതി വിധിച്ചാൽ പോലും അദ്ദേഹം നൽകാവുന്ന പരമാവധി ശിക്ഷയിൽ അധികം ഇപ്പോൾ ജയിലിൽ കടന്നു കഴിഞ്ഞിരിക്കും. എന്നിട്ട് പരോൾ പോലും അനുവദിക്കാതെ അവിടെ കിടത്തിയിരിക്കുകയാണ്. ഇത്തരത്തിലുള്ളതായ അനീതിക്കെതിരെ ശബ്ദമുയർത്താൻ ഇവിടെ ആര് തയ്യാറുണ്ട്? വെറുതെ വ്യാജമായി കപ്പടമായിട്ട് അനുഭാവം എന്നും പറഞ്ഞുകൊണ്ട് പ്രസ്താവനകൾ ഇറക്കുന്നു. പക്ഷെ കാര്യത്തിനടുത്തെത്തുമ്പോ ഇവരൊക്കെ ചെയ്ത് എന്താണ്? സംസ്ഥാന നിയമസഭ ഏകകണ്ഠമായിട്ട് പ്രമേയം പാസാക്കി അയച്ചു കൊടുക്കേണ്ട സമയം എന്നോ കഴിഞ്ഞിരിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ പ്രശ്നത്തിൽ ഇടപെടിക്കേണ്ട സമയം എന്നോ കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ 20 പാർലമെന്റ് അംഗങ്ങളുണ്ട്, രാജ്യസഭാ അംഗങ്ങൾ വേറെയുമുണ്ട്. ഈ ഒരൊറ്റ മനുഷ്യാവകാശ ലംഘനത്തെ ഇനി നോക്കി നിൽക്കാൻ കഴിയില്ല എന്ന് തുറന്നു പറയേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അത് പറയാൻ തയ്യാറില്ലാത്തയിടത്തോളം കാലം ഇവരുടെയൊക്കെ മുതലക്കണ്ണീർ മുതലേ പോലും നാളം കെടുത്തുമെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, നമ്മൾ ഇനി ഈ വഴി ചിന്തിച്ചാൽ പറ്റില്ല, ദിശ മാറി ചിന്തിക്കേണ്ടതുണ്ട്. ഒരു പറ്റം മാട്ടിൻപറ്റങ്ങളെ പോലെ ഇവരൊക്കെ തെളിക്കുന്ന വഴിയെ പോവുക. 2 മാസം കഴിഞ്ഞ് മേയിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവുക. അപ്പൊ നമ്മൾ ഓരോരുത്തരും പോയി പഴയതുമാതിരി തന്നെ ഓരോ അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വരും. എന്നിട്ട് ഇവന്മാരെയൊക്കെ വീണ്ടും വീണ്ടും ജയിപ്പിക്കും. അവരവരുടെ പരിപാടിയും തുടരും. അഴിമതിക്ക് ഇപ്പൊ വാർത്താമൂല്യം പോലും നഷ്ടപ്പെട്ടിരിക്കും. അതാ കോടികളുടെ അഴിമതി നിത്യേനയാണ് പുറത്തു വരുന്നത്. അങ്ങനെയുള്ളവരെ തന്നെ വീണ്ടും വീണ്ടും നമ്മൾ അധികാരത്തിൽ കൊണ്ടുവരും. അതിനൊക്കെ എതിർക്കുമ്പോ അതിനുള്ള ന്യായം വളരെ രസകരം. ഇതൊക്കെയല്ലാതെ ഇക്കാലത്ത് നടക്കുകയില്ല, പ്രായോഗികമല്ല. അതെ, സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിന് വേണ്ടി വാദിച്ച് അവസാനം പ്രസ്താവന അപ്രായോഗികമാണത്രേ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് ഈ അപ്രായോഗികം എവിടെ പോയിരുന്നു? 100 MLA-മാരെ നമ്മൾ ജയിപ്പിച്ചു കൊടുത്തല്ലോ, അതിൽ പറഞ്ഞിട്ടല്ലേ. ഇപ്പൊ ജയിച്ചു പോയി അവസാനം ഇറങ്ങാൻ വേണ്ടി വരുന്ന നോക്ക് നേരെ പറയാ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് അപ്രായോഗികമാണ്. ൾക്ക് നൽകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭരണഘടനാ ശില്പികൾ ഏർപ്പെടുത്തിയ ഈ വ്യവസ്ഥയുടെ പരിധിയിൽ നിന്നുകൊണ്ട് അതിനെ അതിലംഘിച്ചുകൊണ്ട് നടത്തുന്ന ഈ പിൻവാതിൽ പരിപാടി അത് ശരിയല്ല എന്ന് മാത്രമാണ് പറയുന്നത്. അത് ശരിയല്ല. അതേ അവസരത്തിൽ രാജ്യത്തിലെ പാവപ്പെട്ടവർക്ക് നീതി ലഭിക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ 26 കോടി ദാരിദ്ര്യരേഖയ്ക്ക് താഴെ കിടക്കുന്നുണ്ട്. കേരളത്തിൽ 12% ആളുകൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ കിടക്കുന്നു എന്ന കണക്കുകൾ പറയുന്നു. അതിൽ ആയന്മാരുണ്ട്, ഈഴവരും മുസ്ലിമുകളും ക്രിസ്ത്യാനികളും ഉണ്ട്, അതിൽ ദളിതുകളുണ്ട്, പട്ടികജാതി പട്ടികവർഗക്കാരൊക്കെ ഉണ്ട്, പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്. ഇവരെല്ലാം കൂടി ഈ വ്യവസ്ഥ മൊത്തമായി മാറ്റാൻ വേണ്ടി സാമൂഹ്യ നീതിക്ക് വേണ്ടി പൊരുതിയെ പറ്റൂ, സംശയമില്ലാത്ത കാര്യമാണ്. അങ്ങനെ പൊരുതുന്ന ഈ ജനവിഭാഗത്തോടൊപ്പം നമുക്ക് അണിചേരേണ്ടതുണ്ട്. പക്ഷെ ഇത് വിഷയം വേറെയാണ്. പിന്നാക്ക സമുദായങ്ങൾക്ക് ഭരണഘടന വ്യവസ്ഥ ചെയ്തിരിക്കുന്ന എംപവർമെന്റ്, അധികാര പങ്കാളിത്തം, അതിനുവേണ്ടിയിട്ടുള്ള സംവരണം, അതിൽ വെള്ളം ചേർക്കരുത്, മായം ചേർക്കാൻ അനുവദിക്കാൻ പാടില്ല. പക്ഷെ അത് മായം ചേർക്കുമ്പോഴും വെള്ളം ചേർക്കുമ്പോഴും അടക്കം നമ്മൾ കണ്ണും കെട്ടി കൈയും കെട്ടി നോക്കി നിൽക്കുക. ഇങ്ങനെയാണ് പ്രതികരണ ശേഷി പോലും നഷ്ടപ്പെട്ടു പോയൊരു സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയാതെ നമ്മൾ ആലോചിക്കണം. ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ പ്രതികരണ ശേഷി നമ്മൾ നഷ്ടപ്പെടുത്തരുത്. അരാഷ്ട്രീയവൽക്കരണത്തിലൂടെ അങ്ങനെയുള്ള ഒരു സമൂഹത്തിന്റെ സൃഷ്ടിയാണ് ഇവർ ഉന്നം വെക്കുന്നത്. നിങ്ങൾ കാണണം, ഇവിടെ ഏറ്റവും വലിയ ഒരു ചതിക്കുഴിയാണ് നടക്കുന്നത്. ഇസ്ലാമിന്റെ അരാഷ്ട്രീയവൽക്കരണം.
വളരെ അപകടകരമാണ് സംഭവം. ഇസ്ലാമിന്റെ അരാഷ്ട്രീയവൽക്കരണം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് തിന്മയെ നോക്കിയും അത് തിന്മയാണെന്നും അത് പാടില്ലെന്നും തുറന്നു പറയാനുള്ളതായ ആ ശക്തി വിശേഷം, അതാണ് ഇസ്ലാം അതിനനുയായികൾ സൃഷ്ടിക്കുന്നത്. അതില്ലാതാക്കുകയാണ് ഈ അരാഷ്ട്രീയവൽക്കരണവാദികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനവർക്ക് പൗരോഹിത്യത്തിൻ്റെതായ വേദാന്തങ്ങളുണ്ട്. പക്ഷെ അവരോട് ധൈര്യമായിട്ട് പറയേണ്ടതുണ്ട്, നിങ്ങൾ ഈ പറയുന്ന ഇസ്ലാം വിശുദ്ധ ഖുർആനും പ്രവാചകനും പരിചയപ്പെടുത്തിയ ഇസ്ലാമല്ല. ലോകത്ത് അത്ഭുതകരമായ മാറ്റങ്ങൾ വരുത്തിയ ഇസ്ലാമല്ല. ലോകത്ത് വിശ്വോത്തരമായ ഒരു ആദർശത്തിന്റെ മാതൃക കാണിച്ച ഇസ്ലാമല്ല. അത് തീർച്ചയായും രാഷ്ട്രീയമടക്കമുള്ള സാമ്പത്തിക സാമൂഹ്യ മേഖലയടക്കം ഇടപെടലുകളുള്ള ഒരു ആദർശ പ്രസ്ഥാനമാണ്. അതിനുവേണ്ടിയാണ് ലോകത്തെങ്ങുമുള്ള ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രതികൂല സാഹചര്യങ്ങളും ഇതിൽ നെഞ്ചോടേറ്റിയ ജനങ്ങൾ അതിനനുകൂലമായി ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പലസ്തീനിൽ വെറും ഉരുളങ്കല്ലുകൾ കൊണ്ട് ഇസ്രായേലിന്റെ പാറ്റൻ ടാഗുകളെ തകർത്ത് വളർന്നു വന്ന ഹമാസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇപ്പോൾ 76 സീറ്റ് 132ൽ 76 സീറ്റുകൾ നേടിക്കൊണ്ട് പാർലമെന്റിലെ ഭൂരിപക്ഷം നേടിയെടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഈജിപ്തിൽ വിജയമുണ്ടായത്. അങ്ങനത്തെയാണ് തുർക്കിയിലും സംഭവിച്ചത്. ലോകത്തെങ്ങും ഇങ്ങനെ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ മുന്നേറ്റങ്ങൾ അനുകൂലമായിട്ട് ഉള്ള മാറ്റങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യ മഹാരാജ്യത്തിലെ മുസ്ലിം സമൂഹത്തിലെയും ജോലി ആ മുഖ്യധാരയിലേക്ക് നീങ്ങുകയാണ്. മുഖ്യധാര എന്ന് ഞാൻ പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഇത് മാത്രമാണ്, സത്യത്തിന് വേണ്ടി നിലകൊള്ളുക. നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുക, നീതിക്ക് വേണ്ടി നിലകൊള്ളുക. അള്ളാഹുവിന്റെ മാർഗത്തിൽ നീതിക്ക് വേണ്ടി പോരാടാം. മറ്റൊരു ലക്ഷ്യവും നമുക്കില്ല. ഈ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് യഥാർത്ഥ ജിഹാദ്. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഈ പോരാട്ടമാണ് നീതിക്ക് വേണ്ടി പൊരുതാനുള്ള ഈ ശേഷിയാണ് മുസ്ലിങ്ങളിൽ നിന്ന് അള്ളാഹുവും പ്രവാചകനും ആവശ്യപ്പെട്ടത്. നമുക്കതിന് കഴിയുമെങ്കിൽ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. നേരെമറിച്ച് ആ പോരാട്ടത്തിലുള്ള ശക്തി നമ്മളെ തളർത്തിക്കഴിഞ്ഞാൽ, നമ്മൾ അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മൾ ഭക്തിയുടെ പേരിൽ അല്ലെങ്കിൽ സൂഫിസത്തിന്റെ പേരിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള ഇസങ്ങളുടെ പേരിൽ നമ്മുടെ ഇടപെടാനുള്ള പ്രതികരിക്കാനുള്ള ശേഷി നമ്മൾ തകർത്ത് കളഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഒരു സമൂഹത്തിനും നമ്മെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിയാനും സമയമായിരിക്കുന്നു എന്ന് മാത്രമാണ് ഈ വൈകിയ വേളയിൽ ഞാൻ സൂചിപ്പിക്കുന്നത്. ഏറ്റവും ഒടുവിലായി എനിക്ക് പറയാനുള്ളതൊന്ന് മാത്രമാണ്, അതായത് ഇന്ത്യ രാജ്യത്ത് കേരളത്തിൽ വിശേഷിച്ചും ഇന്ന് സർവശക്തി ഉപയോഗിച്ച് മുതലാളിത്ത മൂലധന ശക്തികളും സാമ്രാജ്യവാദികളും ഇപ്പോൾ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാംസ്കാരികമായ അധിനിവേശത്തിനെതിരായി ഇസ്ലാമിന്റെ തനിമയിൽ നിന്നുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ അടിയുറച്ചെന്നുകൊണ്ട് സുന്നത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനം ഉണർന്നു എന്നേ മതിയാവും. അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തിന് മാത്രമേ ഈ രാജ്യത്തിന് നേരായ ദിശ കാണിക്കാൻ കഴിയൂ. ആ ഒരു പ്രസ്ഥാനത്തിന് മാത്രമേ ഈ സമുദായത്തിന് നഷ്ടപ്പെട്ടുപോയ അന്തസ്സും പ്രതാപവും വീര്യവും പകർന്നു കൊടുക്കാൻ കഴിയൂ. ദൈവം തമ്പുരാൻ അതിന് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കും.